أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون صدق الله العظيم. സൂറത്തുൽ ഹുജറാത്ത് നമുക്ക് സാധാരണയായി പരിചയമുള്ള ഒരു സൂറത്താണ്. ഇവിടെ ഇരിക്കുന്ന മിക്ക ആളുകളും ഇത് പല പ്രാവശ്യം പാരായണം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. താരതമ്യേന വളരെ ലളിതമായി സംഗതികൾ പറയുന്ന ഒരു സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ ഏതാണ്ട് ഒടുവിലത്തെ നാളുകളിൽ അല്ലെങ്കിൽ കാലങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ഇതിലെ പ്രമുഖമായ എല്ലാ സൂക്തങ്ങളുമെന്നാണ് പ്രബലമായ പണ്ഡിതർ പറയുന്നത്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളെ വിഷയായിക്യം കണക്കിലെടുത്തുകൊണ്ട് കൂട്ടിയോജിപ്പിച്ചതാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. ആകെ 18 ആയത്തുകൾ മാത്രമാണ് ഈ സൂറത്തിലുള്ളത്. പക്ഷെ 18 ആയത്തുകളേ ഉള്ളൂവെങ്കിൽ വളരെ ഗംഭീരമായ ചില അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ബുദ്ധിക്കും മനസ്സിനും ഉത്തുംഗമായ പല വിധാനങ്ങളും പല രൂപഭാവങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പര്യാപ്തമായ ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ ഈ സൂറത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സംശുദ്ധവും സമാധാനപരവുമായ ഒരു സമൂഹ നിർമ്മിതിക്ക് അനിവാര്യമായ ചില സംഗതികൾ അടിവരയിട്ട് പറയുന്നു. മനഃശുദ്ധി, വിചാരശുദ്ധി, പെരുമാറ്റമാന്യത. സത്യവിശ്വാസി അള്ളാഹുവിനോടും പ്രവാചകനോടും സ്വന്തത്തോടും അവന്റെ സംഘത്തോടും നേതാവിനോടുമൊക്കെ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച പെരുമാറ്റച്ചട്ടം. ഇതൊക്കെ വളരെ ആഴത്തിലാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നത്. ഇതൊന്നും യഥാർത്ഥത്തിൽ സാധാരണ നമ്മൾ അറിയുന്ന നിയമങ്ങളെ പോലെ മുകളിൽ നിന്ന് താൽപര്യ സംരക്ഷകരുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടിയോ അവരുടെ സുഖഭോഗ ജീവിതത്തിന് വേണ്ടിയോ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയമങ്ങളെ പോലെയല്ല. ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ സാധാരണ മനുഷ്യരായ ആളുകളുടെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒക്കെ ഒരാകത്തുക അവരെ കൊണ്ട് അംഗീകരിപ്പിച്ച് സമ്മതിപ്പിച്ച് സമർപ്പിച്ച് അതിലൂടെ നെയ്തെടുത്ത നിയമത്തിന്റെ ഉപദേശമാണെങ്കിൽ ഉപദേശം, നിയമമാണെങ്കിൽ നിയമം, ആരും അനുസരിക്കാൻ വിമുഖത കാണിക്കാത്ത രൂപത്തിലുള്ള ശൈലി. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഈ സൂറത്തിന്റെ ആഴങ്ങളിലൂടെ മുങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പൊതുവെ പല സൂറത്തുകളിലും ഒരുപാട് വ്യാഖ്യാനങ്ങൾ ആവശ്യമുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ നമുക്ക് ധാരാളമായി കാണാം. പക്ഷെ ഇവിടെ വളരെ ലളിതമായ, ദുർഗ്രാഹ്യത തീരെയില്ലാത്ത, സാധാരണക്കാരനും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്.
ഇപ്പൊ ഖുർആൻ ഓതുന്നതിൻ്റെ ഒരു പ്രാധാന്യം, ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു എന്താണ് നിർദ്ദേശിച്ചത് എന്ന് തുടങ്ങിയ ചില പ്രാരംഭ സൂചനകൾ നൽകിക്കൊണ്ട് ഈ സൂറത്തിലെ ഏതാണ്ട് 12 ആയത്തുകളാണ് നമ്മളിവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ ആയത്തുകളിലേക്ക് കടക്കാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവന്റെ ബോധം. ഈ ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു നൽകിയതാണ് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ ആ ബോധത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അവകാശം നൽകുന്നതിന് വേണ്ടി യഥാർത്ഥ വഴിയിൽ നിന്ന് തിരിക്കുന്ന ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഒരു സ്ഖലിതം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അല്ലാഹു തആല സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുണ്ട്. ഒരുപാട് വിശദമായി പറയാതെ നമുക്ക് മനസ്സിലാവും പിശാചിന്റെ ഒരു സാന്നിധ്യം എന്നുള്ളതാണ്. അത് ജീവിതത്തിന്റെ ഒരു ശരിയായ പാതയും ഒരു തെറ്റായ പാതയും. എന്നിട്ട് മനുഷ്യനെ നിർത്തിയിട്ട് അവന് ശരിയായ പാത സ്വീകരിച്ച് മലക്കുകളെക്കാൾ ഉയരത്തിലാവാം, തെറ്റായ പാത സ്വീകരിച്ച് മൃഗങ്ങളെക്കാൾ താഴത്തിലാവാം. രണ്ടിലൊന്ന് തീരുമാനിക്കാനുള്ള ഒരു നിയന്ത്രിതമായ നിർണയാവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ എത്ര ശക്തനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഒരു അനുഗ്രഹം ലഭിക്കാതെ അവന് ഇതൊന്നും ചെയ്യാൻ സാധ്യമാവുകയില്ല. ഇവിടെ മനുഷ്യശക്തിയെ തിരിച്ചുവിടുന്ന, തകർത്ത് കളയുന്ന, ലക്ഷ്യത്തിൽ നിന്ന് വേർതിരിക്കുന്ന, മാറ്റുന്ന ഒരു പ്രേരണാശക്തിയാണ് യഥാർത്ഥത്തിൽ പിശാച്. അവനെ ശത്രുവായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ. ക്ലിയറായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഇതിനൊരുപാട് പശ്ചാത്തല കഥകളുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല എന്നുള്ളതാണ്. അതൊക്കെ അധികം ആളുകൾക്കും അറിയുന്നതാണ്. ആദമിന്റെ സൃഷ്ടിപ്പ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംവിധാനിച്ച ചില കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്, അതിലൊരു വിഘടിത അല്ലെങ്കിൽ ഒരു വിമർശക സ്വരം ഉയർന്നതും അത് പിശാചായി പരിണമിക്കുന്നതും ആ പിശാചിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഒരു സ്ഥാനവും ഒക്കെ ഖുർആൻ സവിസ്തരം പല സ്ഥലങ്ങളിലായി വിശദീകരിക്കുന്നു. അതുകൊണ്ട് ആ പിശാചിനെ എപ്പോഴും സൂക്ഷിക്കണം എന്നതെ സംബന്ധിച്ച് പിശാചിന്റെ പ്രവർത്തനങ്ങളുടെ ചില പരാമർശങ്ങളും ഖുർആനിൽ പല സന്ദർഭങ്ങളിലും അല്ലാഹു തആല നമ്മളോട് പറയുന്ന കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശൈത്താൻ നിങ്ങൾക്കൊരു ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. അത് ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണുക. അവനും അവന്റെ കൂട്ടരും കത്തിയാളുന്ന നരകക്കാരുടെ കൂട്ടത്തിലാവാനാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പൊ പിശാച് മനുഷ്യനെ വഴിതെറ്റിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ഉള്ള സംഗതികൾ ചെയ്യാനോ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക, അവനോട് ഈ പിശാചിനെ സംബന്ധിച്ച ശർറിൽ നിന്നും കാവലിനെ ചോദിക്കുക എന്നത് ഒരു നിബന്ധനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫഇദാ ഖറഅത്തുൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ഖുർആൻ ഓതുന്നതായാൽ അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവലിനെ ചോദിച്ചു. പ്രമുഖരായ ചില പണ്ഡിതന്മാരുൾപ്പെടെയുള്ള ആളുകൾ വാജിബാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് പിശാചിന്റെ പ്രേരണ, മനുഷ്യ മനസ്സിന്റെ ദൗർബല്യം, അള്ളാഹുവിനുള്ള വിധേയത്വം, പടച്ചവനോടുള്ള നമ്മുടെ താല്പര്യം, ഇതെല്ലാം വിശാലമായി പരിഗണിക്കുമ്പോൾ ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന ഈ ഹ്രസ്വമായ ഈ വാക്യത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതൊരു ദുആണ്. അദ്ദുആ ഹുവൽ ഇബാദ, അദ്ദുആ മുഖൽ ഇബാദ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുആ പിശാചിന്റെ ശർറിൽ നിന്ന് അള്ളാഹുവിനോടുള്ള കാവൽ തേടൽ ഒരു ദുആണ്. രണ്ടാളുകൾ ഒച്ചിട്ട് സംസാരിച്ച് പിന്നീട് അവര് ഭയങ്കര വഴക്കായി.
കണ്ടുനിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അടുത്തൊരു വാക്യമുണ്ട്, അതവർ ഉച്ചരിച്ചാൽ ആ ദേഷ്യം ഷർറ് അവരിൽ നീങ്ങിപ്പോകും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഖുർആൻ ഓതുമ്പോ നിർബന്ധമായും എന്ന് ചിലരും, അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടുകൂടി എന്ന് മറ്റുപേരും പറഞ്ഞിട്ടുള്ള സംഗതിയാണ് നാം പലപ്പോഴും മറന്നു പോകാറുള്ള ഒരു സംഗതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമസ്കാരത്തിലാകുമ്പോൾ മെല്ലെ ഓതിയാൽ മതി എന്ന് എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഊദു ഓതൽ ഖുർആൻ ഓതുന്നതിന് മുമ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഖുർആൻ ഓതുന്നതിന് മുമ്പ് മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ മനസ്സിന് ശല്യം പിടിച്ച ചിന്ത ഉണ്ടാകും. ഈ മനസ്സിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഖൽബ് എന്നാണ്. കലപ്പ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉഴുതുമറിക്കുന്ന സാധനത്തിൽ ഖലബ, ഇൻഖിലാബ്, ഖലബ ഇൻഖലിബ്, ഇൻഖിലാബ്, ഇൻഖിലാബ് സിന്ദാബാദ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? പരിവർത്തനം, വിപ്ലവം വിജയിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഖലബ ഇൻഖലിബ് ഇൻഖിലാബ്. അപ്പൊ ആ പരിവർത്തനം, അത് മനുഷ്യ മനസ്സിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. യാ മുഖല്ലിബൽ ഖുലൂബ്, യാ മുസരിഫൽ ഖുലൂബ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിനെ നമുക്കിങ്ങനെ സ്വന്തം നിലയ്ക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ അള്ളാഹുവാണ് മനസ്സിനെ തിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ താഴത്തിലേക്ക്, അള്ളാഹുവിന്റെ അനുസരണത്തിലേക്ക്, ദീനിന്റെ മാർഗത്തിലേക്ക് മനസ്സിനെ ചലിപ്പിച്ചു നടക്കാൻ എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത്. അപ്പൊ ഈ മനസ്സങ്ങനെ ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ സഹായം നമുക്ക് അനിവാര്യമാണ്. ആ ഒരു സഹായ അഭ്യർത്ഥനയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റജീം എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടത്, ആട്ടിയൊട്ടിക്കപ്പെട്ടത്, തിരസ്കരിക്കപ്പെട്ടത്, പിന്തള്ളപ്പെട്ടത്, പുറത്താക്കപ്പെട്ടത് എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് പറയാൻ പറ്റും മലയാളം. അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചതിന്റെ പേരിൽ അവന്റെ അനുഗ്രഹപൂർണമായ സദസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനാൽ നിന്ദിതനായ, ശപിക്കപ്പെട്ട ഇബ്ലീസ് എന്നൊക്കെയാണ് ഇമാം റാസി അതിനെ വിശദമായി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ പറയണം. അത് മനുഷ്യ മനസ്സിന് ഒരു സംഗതി ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു പിന്നോട്ടടി, ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവും. നമ്മളൊക്കെ സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നല്ലവണ്ണം ആലോചിച്ച് തീരുമാനിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളെ അതിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി. ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അങ്ങ് ശരിയാക്കി തരികയാണെങ്കിൽ അതിനോട് നമുക്ക് യാതൊരു പ്രത്യേകമായ ഒരു ഇതുണ്ടാവില്ല എന്നുള്ള. യഥാർത്ഥത്തിൽ പള്ളിയിൽ വരുന്നവന് ഹിദായത്തുള്ളവനാണ്. ഹിദായത്തില്ലാത്തവന് പള്ളിയിൽ വരാൻ പറ്റില്ല. പക്ഷെ പള്ളിയിൽ വന്നിട്ട് അവൻ കൈകെട്ടി നിന്ന് ആകെ ചോദിക്കുന്ന ഒരേ ഒരു സംഗതി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അവൻ ബാക്കിയുള്ള സംഗതികളെല്ലാം അള്ളാഹുവിനെ പുകഴ്ത്തലോ വാഴ്ത്തലോ നിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു എന്നൊക്കെ പറയലാണ്. നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വജ്ഹത്ത് മുതൽ അത്തഹിയ്യാത്ത് വരെയുള്ള മുഴുവൻ സംഗതികളും പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നതാണ്. ആവശ്യം ചോദിക്കുന്നത് ഒരൊറ്റ സംഗതിയാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. പള്ളിയിൽ വന്നിട്ട് വീണ്ടും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നതാണ്. ഒരു സത്യവിശ്വാസി നിർബന്ധമായും 17 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചാലേ ഹിദായത്ത് നിലനിർത്താനുള്ള അർഹത അവനുള്ളൂ എന്നാണ് ഓരോ വിശ്വാസിയും അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അത് പോരാത്തത് കൊണ്ട് കുറച്ച് സുന്നത്തുകളായി, അത് മുഅക്കദത്തായി, നഫലുകളായി, അതിൻ്റെ അപ്പുറം ഖിയാമുൽ ലൈലായി, ളുഹായി, തഹജ്ജുദായി, വിത്റായി, അങ്ങനെ ഒരുപാട് പേരുകളിൽ അല്ലാഹു സുബ്ഹാനഹു മനുഷ്യന്റെ മനസ്സിന് ബോറടിക്കാതിരിക്കുക. അതായത് പുതിയത് ആവിഷ്കരിച്ച് താല്പര്യത്തോടെ നടപ്പിലാക്കാൻ മനസ്സിന്റെ മർമ്മരങ്ങൾ അറിയുന്ന മഹാനായ രക്ഷിതാവിന്റെ യുക്തിപൂർണമായ ഒരേർപ്പാടാണ് ഇങ്ങനെ വിവിധ സമയങ്ങളിൽ വിവിധ പേരുകളിൽ ഒരേ സംഗതി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നൊക്കെ
അപ്പൊ ആവർത്തിച്ച് ചോദിച്ചാലേ ഹിദായത്ത് നിലനിന്ന് കിട്ടൂ എന്നുള്ളത്. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഒരു സംഗതിയും മനുഷ്യ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തില്ല. മറിച്ച് ആവർത്തനം എന്നത് ഖുർആന്റെയും ജീവിതത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ഒരു ശൈലിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അറ്റോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഈ എനർജി മാറി ആറ്റം വരുന്നത് പരിശോധിച്ചാൽ ആവർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ അതിന്റെ കൂടെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിനോടുള്ള നമ്മുടെ തേട്ടം, നമ്മുടെ നിസ്സഹായതയുടെ പ്രഖ്യാപനം, അവന്റെ കഴിവ്, സഹായിക്കാനുള്ള കഴിവ്, ഇതിലുള്ള വിശ്വാസത്തിന്റെ ആകത്തുകയാണ് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയും. അത് കഴിഞ്ഞ് അഊദു കഴിഞ്ഞാൽ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതൊരു ദുആണ്, ഒരു ഹംദുമാണ്. അഊദു ഒരു ദുആണ്, ബിസ്മി ഒരു ദുആണ്, ഒരു ഹംദുമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഒരുപക്ഷെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ മുഴുവൻ സംഗതികളും ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നാം പലരും പല ലോക്കൽ ലാംഗ്വേജ് അനുസരിച്ച് ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്, ഇപ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളത്തിൽ അള്ളാഹിന്റെ നാമം കൊണ്ട് നാമത്തൊട്ട് പല പോലെ തിരുവനന്തപുരത്ത് പറയുന്നതല്ല, കോട്ടയത്ത് പറയുന്നതല്ല, കാസർഗോഡ് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം കൊണ്ട് ആരംഭിക്കുക. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. പേരിലാണ് യഥാർത്ഥത്തിൽ പൊരുള് ഉള്ളതെന്ന്. മൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് എന്നുള്ളൊരു ചെറിയൊരു വിവരം കിട്ടും. സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഈ പേരില്ലായിരുന്നെങ്കിൽ സംഗതികളെ പരിചയപ്പെടുത്താൻ കഴിയും. പേരിലാണ് യഥാർത്ഥത്തിൽ അതിന്റെ പൊരുളുള്ളത്. അപ്പൊ അതുകൊണ്ട് പേര് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തീരുമാനിക്കുക. നമ്മൾ നമ്മുടെ വൈദഗ്ധ്യം കൊണ്ട് കണ്ടുപിടിച്ചതാണ് എന്ന് വിചാരിക്കുന്ന ഈ എല്ലാ ഭാഷയിലെ എല്ലാ പേരുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം വരുന്നതാണ്. അപ്പോൾ പേരില്ലെങ്കിൽ അത് ഇത് ഊത് എന്നൊക്കെ പറയേണ്ടി വരും. അത് എത്ര 3-4 എണ്ണത്തിനും പറയാൻ പറ്റും. അപ്പൊ പേര് വേണം. അപ്പൊ ആ പേരാണ് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള സംഗതി. മനുഷ്യ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചെയ്ത സംഗതി അവന് ഭക്ഷണം കൊടുക്കലല്ല, വിജ്ഞാനം നൽകലാണ്. ആ വിജ്ഞാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പേര് പഠിപ്പിക്കുക. അല്ലമ ആദമൽ അസ്മാഅ. എല്ലാ നാമങ്ങൾ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഡസ്റ്ററാണ്, ഇത് പേപ്പറാണെന്ന് പറഞ്ഞാൽ ആദം നബിയുടെ മുന്നിൽ ഹാജരാക്കി പഠിപ്പിച്ചു എന്നുള്ള അർത്ഥമല്ല അതിനുള്ളത്. അതായത് ഈ പ്രപഞ്ചത്തിലും ജീവിതത്തിലും ഇനി അപ്പുറത്തെ ജീവിതത്തിലും ഒക്കെ മനുഷ്യൻ ഇടപഴകേണ്ട എല്ലാ ഓരോന്നിനെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിയത് മനുഷ്യ മനസ്സിനൊരു. ഇപ്പം നമുക്ക് കമ്പ്യൂട്ടറുള്ളതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാവും. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക് ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്നുള്ളത്. അപ്പൊ മനുഷ്യന്റെ ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് നഫ്സ്. ആ നഫ്സിന്റെ കപ്പാസിറ്റിയാ പറഞ്ഞത്. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. എല്ലാത്തിന്റെയും പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. എന്നിട്ട് അത് പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് മലക്കുകൾക്ക് അറിയാത്ത ഒരു സംഗതിയായിരുന്നു. അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പൊ വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൂടെ കാണിക്കാൻ വേണം. മലക്കുകളോട് അതിന്റെ പേരുകൾ പറയാൻ പറഞ്ഞപ്പോൾ അവർ പരാജയപ്പെട്ടതും, ആദമിനെ പഠിപ്പിച്ചിട്ട് ആദമിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതും, എന്നിട്ട് സുജൂദ് ചെയ്യിച്ചതും, ഈ മലക്കുകളെക്കാൾ മുന്നിൽ ആദമിനാക്കിയത്, ഭൂമിയിൽ ആ വംശത്തിൽപ്പെട്ട അന്ത്യപ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് മെഹറാജിന് കൊണ്ടുപോയി ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ ജിബ്രീൽ പറയുന്നു, മുഹമ്മദ് താങ്കൾ പൊയ്ക്കൊള്ളൂ, എനിക്ക് അനുവാദമില്ല എന്ന് പറയുന്ന ആ ഭൗതിക വിധാനത്തിലേക്ക്, അതായത് ആ പറഞ്ഞ പഴയ സംഗതി പ്രായോഗിക രംഗത്ത് സ്ഥാപിച്ചെടുക്കണമെന്നൊക്കെ ഉള്ള വലിയ ഒരുപാട് കഥകൾ ഖുർആനിൽ നിന്ന് ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇസ്മ പഠിപ്പിക്കുമ്പോൾ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല
തസ്നിയില്ല, അതായത് സ്ത്രീലിംഗമോ ദ്വിവചനമോ ബഹുവചനമോ ഒന്നുമില്ലാത്ത, ഭാഷയിൽ പ്രയോഗത്തിലില്ലാത്ത ഒരു പേരാണ്. അതിന്റെ സത്ത നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ ഒരു പേരാണ് അള്ളാഹു എന്ന പേര്. അപ്പൊ അല്ലമ ആദം അൽ അസ്മാ കുല്ലഹ എന്ന് പറയുമ്പോൾ ആദമിന്റെ നഫ്സിന് അള്ളാഹു എന്ന ആ പേര്, റബ്ബ്, അള്ളാഹു, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ സംഗതികൾ പഠിപ്പിക്കുന്നുണ്ട്. ആദമിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ ഒരുപാട് ബൈബിൾ കഥകളിലും അതുപോലെ കുറച്ച് അധികം നിൽക്കുന്ന ബൈബിൾ കഥകളുണ്ട്. പക്ഷെ കുറെ ഹദീസുകളിലൊന്നും കുറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹു എന്ന ആ പേര്, ആ പേരിന് പറയാറുണ്ട്, അല്ല് ചേർത്ത് മാരിഫാക്കെന്ന് പറഞ്ഞാൽ ഡസ്റ്റർ, ഈ ഡസ്റ്റർ എന്ന് പറയുന്നുള്ള വ്യത്യാസം അത് തർക്കി ചെയ്ത അതാണ് എന്ന് പറയും. ഡി ദ എന്നൊക്കെ പറഞ്ഞ പ്രയോഗങ്ങളുണ്ട്. അപ്പൊ അതിനാണ് കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല, ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. തഹയ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ബേജാറായി പോവുക, ലോസ്, പെർപ്ലക്സ് എന്നൊക്കെ ഇംഗ്ലീഷ് പറയാം. തഹയ്യറായി എന്നൊക്കെ പറയും. മലപ്പുറത്തിലോ പഴയ മലയാളത്തില് തഹയ്യറായി എന്നൊക്കെ പറയും. പഴയ മലബാർ വാങ്ങിച്ചോ ബന്ധങ്ങളുണ്ട്, ആ കുടുംബത്തിൽ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതറിയില്ല. എന്റെ ഉമ്മ തഹയ്യറാണ്. മറയിലാവുക, റൈബാവുക, അൺസീനാവുക. അത് ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാറ. വളരെ ക്ലിയർ ആയി കൂടാന്ന് പറയും. കണ്ണുകൾക്ക് കാണാൻ കഴിയില്ല, കണ്ണുകളെ കാണുന്നു. അപ്പൊ ലാഹ ഉൾക്കൊള്ളാനാവാത്തത്, മനുഷ്യന് മനസ്സിലാവാത്തത് എന്നൊക്കെയാണ് അർത്ഥം. ഒരു വലിയ സംഗതിയാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാല് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ മനസ്സിന്റെ ഒരു ഏരിയ, ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാനല്ല, വളരെ പ്രവിശാലമായ ഒരു ലോകം, ഈ മഹാപ്രപഞ്ചത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന സത്യവിശ്വാസിയുടെ മനസ്സ് അള്ളാഹുന്റെ അർശിന് സമാനമാണ് എന്നൊക്കെ ഹദീസുകളുണ്ട്. അപ്പൊ അർശിനെയും കൂടെ ഉൾക്കൊണ്ട് നിൽക്കുന്ന മനുഷ്യ മനസ്സിനും കൂടി ഉൾക്കൊള്ളാനാവാത്ത ഒരു പദമാണ് അള്ളാഹു എന്ന പദം. അള്ളാഹു അക്ബർ എന്നാണ്. ഈ പേന പോക്കറ്റിനെ സംബന്ധിച്ച് അസ്ഗറാണ്, ചെറുതാണ്. അതുകൊണ്ടാണ് ഈ പോക്കറ്റിനകത്ത് തിരിക്കുന്നത്. അപ്പോ ഇത് ഇങ്ങനെ വെച്ചാൽ കയറൂല. അപ്പൊ ഇത് അക്ബറാണ് ഇതിന്റെ. അപ്പൊ അള്ളാഹു അക്ബർ ആയിരിക്കും, എല്ലാത്തിലും വലുത്. ചിന്തയിലും, നമ്മുടെ ചിന്തയും അതിനേക്കാൾ വലുത്, നമ്മുടെ സങ്കല്പം അതിനേക്കാൾ വലുത്. ഒരു മനുഷ്യനാണ് ഈ സങ്കല്പിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കുന്നത്. എന്തൊക്കെ സങ്കല്പിക്കാനാവും അതിനേക്കാളൊക്കെ വലുതും ഉന്നതവും മഹോന്നതവുമാണ് അള്ളാഹു എന്ന ഈ യാഥാർത്ഥ്യം, സങ്കല്പം, നമുക്കുള്ള സങ്കല്പം, അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അള്ളാഹു കേൾക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല, പിന്നെന്താ ചെയ്യാൻ? അപ്പൊ ഏതെങ്കിലും തരത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറെ
അറിയാമോ എന്താണത്? എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന പ്രപഞ്ചത്തിനാകെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ വിശേഷണം റഹ്മാൻ. ഒരുപാട് അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. അതായത് അള്ളാഹുവിനെ അംഗീകരിച്ചവർക്കും അംഗീകരിക്കാത്തവർക്കും ധിക്കരിക്കുന്നവർക്കൊക്കെ അനുഗ്രഹം ചെയ്യുന്ന ആ ക്വാളിറ്റി അതുള്ളവനാണ്. പക്ഷെ ഇത് പഠിക്കാൻ പണ്ഡിതന്മാർ ചില ചൊട്ടുവിദ്യകൾ സാധാരണ നമ്മൾ ഉമ്മ എന്ന് പറയുന്നത് ഉമ്മ ഒരു അറബി വാക്കാണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഉമ്മ എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്, അതറിയോ? ഉമ്മ എന്ന് പറഞ്ഞാൽ 10-50 കൊല്ലം കൊണ്ട് ഉമ്മ എന്നൊക്കെ വിളിക്കണം. എന്തായാലും അർത്ഥം ഉമ്മ എന്ന അറബി വാക്കിന്റെ ഒരു അർത്ഥം പണ്ഡിതന്മാരെന്ന് പറയണം. ഉമ്മ ഉണ്ടല്ലോ, ഉമ്മ എല്ലാവർക്കും ഉമ്മ ഉണ്ട്, ഉണ്ടാവും, മരിച്ചിട്ടുണ്ടാവും, ചിലർക്കുണ്ടാവും. എന്നാലും ഉമ്മ എന്ന ഒരു അറബി വാക്കാണ്. അതിന്റെ ഒരു അർത്ഥം പണ്ഡിതന്മാരും പറയാൻ പാടില്ല. എന്നാ മിനിമം ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് ഉമ്മ എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം എന്താണ്, അള്ളാഹ് എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം എന്താണ്, ഉമ്മ എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം എന്താണ്, അത് പഠിച്ചാൽ ഇത്രയും മതിയാവും. ഉമ്മ, ഉമ്മുൻ. അപ്പൊ സാധാരണ ഇങ്ങനെ ക്ലാസ്സുകൾ പറയുന്നു മാതാവ് എന്ന് പറയും. അപ്പൊ പിന്നെ മദറാണ് മാ, മമ്മി. മിക്കവാറും എല്ലാ ഭാഷയിലും ഒരു മാ ചേർത്തിട്ടുണ്ട്. ഉമ്മ എന്ന് പറഞ്ഞാൽ ബേസിസ്, ഫൗണ്ടേഷൻ, അടിസ്ഥാനം. അടിസ്ഥാനം എന്നാണ് ആ വാക്കിൻ്റെ അടിസ്ഥാനം. അപ്പൊ അത് മറക്കണ്ട. ഉമ്മ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം, നമ്മുടെ അടിസ്ഥാനം. അപ്പൊ ഉമ്മയിൽ എവിടെയാണ് നമ്മുടെ അടിസ്ഥാനം? ഉമ്മയില് എനിക്ക് ഉമ്മ ഉണ്ട്. ഉമ്മയിൽ നിന്ന് ഞാൻ വന്നൊരടിസ്ഥാനമുണ്ട്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഖുർആനിൽ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞു. അത് പറയാം. ഉമ്മയിലെ അടിസ്ഥാനം ഗർഭപാത്രം. ഗർഭപാത്രമാണ് അടിസ്ഥാനം. അവിടെ നിന്നാണ് നമ്മൾ ഉദയം ചെയ്തു വരുന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചൊരു വാക്കുണ്ട്, റഹിം, അർഹാം. ഗർഭപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അർഹാം എന്നൊക്കെ പറയും. റഹിം എന്നാണ് ഗർഭപാത്രത്തിന്റെ ക്വാളിറ്റി. ഈ യാതൊരു സേവനവും അങ്ങോട്ട് ആവശ്യപ്പെടാതെ ഇങ്ങനെ സേവനം മാത്രം ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിൽ അല്ല കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഗർഭപാത്രം. കുട്ടി പുറത്തു വന്നാലും ഉമ്മ പറയാം, അതെടുക്ക്, ഇതെടുക്ക്, മറ്റെടുക്ക്, പൈസ എന്നൊക്കെ പറയും. പക്ഷെ ഗർഭപാത്രം ഒരിക്കലും ആ കുട്ടിയോട് ഒന്നും ആവശ്യപ്പെടില്ല, സേവനം മാത്രം. അതുകൊണ്ട് തന്നെയാണ് അതിന് വേദനയും വെച്ചിട്ടുള്ളത്. വഹിനല്ല വഹിനും, മേൽക്ക് മേൽ വേദനയാണ്. അതൊരു ചെറിയ സംഗതിയല്ല, വളരെ ഗൗരവമുള്ള സംഗതി. പ്രസവത്തിന് മരണത്തിന്റെ ഏതാണ്ട് പകുതി വേദന ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മൂസാ നബി സാധാരണ നിലയിൽ എപ്പോഴും ഇങ്ങനെ പടത്തിനോട് ചോദ്യം ചോദിക്കും. പല പ്രവാചകന്മാരെയും പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ നല്ല രസകരമായാണ് മൂസാ നബിയെ കുറിച്ചുള്ള പറയുന്നത്. ഞാൻ പടച്ചനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണണം എന്ന് പറഞ്ഞ ഒറ്റ ആൾ മൂസാ നബി മാത്രമേ ഉള്ളൂ. എന്നാൽ നീ അവിടെ മലയിൽ നോക്കി പോകുന്നു, നോക്കിയിട്ട് ബോധം കെട്ട് കഴിഞ്ഞു. അതൊരു ആ രീതിയിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ ശരിക്കും നമ്മൾ തന്നെ ഒരു അത്ഭുതപ്പെട്ടു. മൂസാ നബി പറഞ്ഞു കാണണം എന്ന് പറഞ്ഞു, ഞാൻ നോക്കും ബോധം കെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്കെന്നെ കാണാൻ പറ്റില്ല എന്ന് തെളിയിക്കണേന് ഒരു തെളിവോടുകൂടി അല്ലാഹു തആല, ബോധം തന്നെ ഇല്ല. അപ്പൊ മൂസാ നബി ഒരിക്കൽ ചോദിച്ചു പോലും, ഈ പെണ്ണുങ്ങൾക്ക് എന്തിനാ ഇത്രയും പ്രസവം, മരണത്തിന്റെ പകുതിയായി, കുറച്ച് വേദന കുറച്ചുകൂടെ. അതൊന്നും വേണ്ടിയില്ല. കുറെ കഴിഞ്ഞ് മരുഭൂമിയിൽ, സിനാ മരുഭൂമിയിലെ താവളങ്ങളിൽ നിന്ന് താവളങ്ങളിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രയാണത്തിന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് താവളടിച്ചപ്പോ ഒരു കുട്ടി, ഒരു 2-2.5 വയസ്സായ ഒരു കുട്ടി, നല്ല ഓമനത്തുള്ളൊരു കുട്ടി. ആ കുട്ടി എടുത്ത് മൂസാ നബി ആ കുട്ടിയെ കണ്ട് എടുത്ത് ഉമ്മ എടുത്ത്, ഹാറൂൻ എടുത്ത് കൊടുത്ത്, യൂഷബിൻ നിന്നെടുത്ത്,
ഖാലിഫിന്റെ യുഫന്റെ അടുത്ത്, അങ്ങനെ ആ കൂട്ടത്തിലിരുന്ന് ഒരുപാട് ആളുകളൊക്കെ എടുത്തു. അവർ കുട്ടിയെ എല്ലാവരും, ചെറിയ കുട്ടികൾ എപ്പോഴും സന്തോഷം ഉണ്ടാവും, നല്ല സന്തോഷം, രസം ഉണ്ടാവും. കാരണം ചെറിയ കുട്ടികളെ മനുഷ്യന് ആനന്ദം തരുന്ന തരത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മെമ്പറിൽ കയറി ഇരുന്നിട്ട് പോലും ഹസൻ ഹുസൈൻ നടന്നു വരുമ്പോൾ വീണപ്പോൾ പോയി എഴുന്നേറ്റെടുത്തു. അത്ര ഒരു പ്രാധാന്യം ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അപ്പോ ചെറിയ കുട്ടികൾ വളരെ സന്തോഷത്തോടെ എല്ലാവരും എടുത്ത്, ഈ കുട്ടി എടുത്ത് അവരടുത്ത താവളത്തിലേക്ക് പോയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, മൂസ ആ കുട്ടി തരാൻ പറഞ്ഞു. മൂസനെ പറഞ്ഞു, ഞാൻ ഹാറൂൻ എടുത്തു കൊടുത്തല്ലോ. ഹാറൂൻ പറഞ്ഞു, ഞാൻ ഖാലിഫിന് എടുത്തു കൊടുത്തു. അയാൾ പറഞ്ഞു, ഞാൻ യൂഷാൻ എടുത്തു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ആരോടും കുട്ടിയില്ല. അപ്പൊ അല്ല മറുപടി പറഞ്ഞു, പ്രസവ വേദന നൊന്ത് പ്രസവിച്ചൊരു പെണ്ണ് നിങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ ഏതവസ്ഥയിലും ആ കുട്ടിയെ കൈവിടുമായിരുന്നില്ല. നിങ്ങൾക്ക് അതിന്റെ വേദന അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയതാണ്, ഗിഫ്റ്റായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അത്ര പ്രാധാന്യം ഈ കുട്ടിയെ നോക്കി വളർത്താൻ വേണ്ടിയാണ് ഇത്രയും കഠിന വേദന എന്ന് ചില കഥകളിൽ, ബൈബിൾ കഥകളാണ്, അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് സ്ഖലിതങ്ങളുണ്ടാവും, പക്ഷെ ചില മെസ്സേജ് അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ എന്തായാലും അപ്പൊ ആ ഗർഭപാത്രത്തിലേക്ക് അങ്ങോട്ട് ഇത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ആ ഗർഭപാത്രം റഹ്ം, അതിനാണ് റഹ്ം എന്ന് പേര്. അപ്പൊ എന്റെ ഉമ്മക്ക് വേറൊരുമ്മ ഉണ്ടാവും. അങ്ങനെ ആദം നബിയിലെത്തും, ഹൗവയിലെത്തും, ഹൗവയിൽ ആദമിലെത്തും. ആദം നബിക്ക് വേണമല്ലോ ഒരു ഗർഭപാത്രം. അത് അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞു, ഖലഖ്തു ബിയദയ്യ. നമ്മൾ ഇബ്ലീസിന് ചോദിക്കണം, എന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച അതിന് നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല? അപ്പൊ ആദ്യത്തെ ഗർഭപാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരം എന്ന് പറഞ്ഞാൽ, അല്ലാഹ് നമ്മളെ പോലെ ഉണ്ട്, കൈയുണ്ട്, അവിടെയാണ് ഗർഭപാത്രം എന്നല്ല. അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു പരിരക്ഷ. ആ രക്ഷയിലൂടെ അവിടെ നിന്നാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ജന്മം കൊണ്ടത്. റഹം, ആ റഹമിന്റെ ഉടയവനാണ് റഹ്മാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെ വിശദീകരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഒരു യുദ്ധരംഗത്ത് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ഒരു കുട്ടിയെ കാണാതെ ഒരു സ്ത്രീ ഇങ്ങനെ ഓടി ബേജാറാവുന്നു. ഒരല്പം കഴിഞ്ഞപ്പോൾ കുട്ടിയെ കിട്ടുന്നു, അവൾ മുലകൊടുക്കുന്നു. ഇത് കണ്ട റസൂൽ അനുചരന്മാരോട് ചോദിക്കുന്നു, ആ സ്ത്രീ ആ കുട്ടിയെ തീയിലിടുമോ? എന്താ റസൂലേ അങ്ങനെ തീയിലിടുക? ഇത്ര സ്നേഹത്തോടെ പരിലാളിച്ച് വളർത്തുന്ന ആ സ്ത്രീ കുട്ടിയെ തീയിലിടുക. എന്നാൽ മനസ്സിലാക്കണം, നമ്മുടെ രക്ഷിതാവിന് ആ കുട്ടിയോട് തള്ളക്കുള്ള സ്നേഹത്തെക്കാൾ അതീവ സ്നേഹമുണ്ട്. അതാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് സാന്ദർഭികമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അപ്പൊ ഈ കാരുണ്യം മനസ്സിലാക്കണം. പിന്നെ ഒരിക്കലും റസൂൽ ഒരു കഥ പറഞ്ഞു കൊടുത്തു, ഇസ്രായേൽ കഥ. അത് റസൂൽ പറഞ്ഞു തന്നെയാണ്. ഇസ്രായേൽ സമൂഹത്തിൽ ഒരു മനുഷ്യണ്ടായിരുന്നു, മഹാകുരുത്തം കെട്ടു, ഒന്നും മര്യാദ ചെയ്യും. വയസ്സായ 5-6 മക്കളൊക്കെ ഉണ്ട്. വയസ്സായപ്പോ അയാൾ പറഞ്ഞു, ഞാൻ മരിക്കാനായി. മരിക്കുമ്പോ എണ്ണ ഒഴിച്ച് കത്തിച്ച് ചാരം കടപ്പുറത്ത് കൊണ്ടുപോയിച്ച് കാറ്റിൽ പാറ്റിക്കളയാം. അങ്ങനെ മക്കൾ അങ്ങനെ ചെയ്തു. വസിയത്താണല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല കാറ്റിനോട് പറഞ്ഞു, അതെല്ലാം കൊണ്ട് അടിച്ചിങ്ങോട്ട് തിരിച്ചുകൂട്ടാം. കാറ്റ് നേരെ ആദ്യം ചെയ്ത് റിവേഴ്സ്. ഉടനെ തീയോട് പറഞ്ഞ കരിക്കുക എന്ന് പറഞ്ഞാൽ നിനക്കെന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് നീ എടുത്തില്ല, അതങ്ങോട്ട് മാറ്റി. അപ്പോൾ ജഡായി. മലക്കൽ മദ്ദിനോട് പറഞ്ഞു, ആ റോഹൻ കൊടുക്കും. അപ്പൊ എഴുന്നേറ്റ്. അപ്പൊ അല്ലാഹു ചോദിച്ചു, എന്താടോ നീ ഇങ്ങനെ കാട്ടിയത്? പഠിച്ചമ്പുരാൻ, നീയാണ് എന്നെ പഠിച്ചെന്നൊക്കെ എനിക്കറിയാം. ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ഞാൻ അംഗീകരിച്ചില്ല, നന്മയും ചെയ്തിട്ടില്ല. നിന്നെ എങ്ങനെയാണ് അഭിമുഖീകരിക്കാന്ന് നീ പേടിച്ചിട്ടാണ്. എന്താ നീ കട്ടെന്ന് എനിക്ക് അറിയില്ല, പേടിച്ചു. ആ ഹഷീത്ത് നീ എന്നെ ഭയന്നിട്ടാണോ? ഓഫറല്ലോ അത് ജന്ന. അപ്പൊ ഈ ഹദീസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഒരിക്കലിങ്ങനെ യാത്രയിൽ ദുബായിൽ റേഡിയോയിൽ കേട്ടതാണ്. പല പ്രാവശ്യം നമ്മളെ സംഘങ്ങൾ പ്രസംഗിക്കുകയും ചെയ്തു. പിന്നൊരു സംശയം, ഇത് യഥാർത്ഥത്തിൽ ഹദീസ് തന്നെയാണ്. അങ്ങനെ നടക്കുമ്പോൾ വയസ്സായ ഇങ്ങനെ വമ്മിയുടെ ഒരു മീറ്റിംഗ് പോകുമ്പോൾ അവിടെ ഖുദ്സി ഹദീസ് 8 റിയാൽ രൂപയുടെ പുസ്തകമുണ്ട്. അതിൽ 7 സ്ഥലത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യും. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം എങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കുക? കരുണാമയനെന്നോ കരുണാവാരിധിയെന്നോ കരുണാനിധി എന്നോ അല്ലെങ്കിൽ ബെനിഫിഷ്യൻ എന്നോ മോസ്റ്റ് ഗ്രേഷ്യസ് എന്നോ ഒന്നും പറഞ്ഞാൽ പറ്റൂല. ഇത്രയും
ആഴത്തിലുള്ള കാരുണ്യം. ഈ കാരുണ്യം കൊണ്ടാണ് ഓരോ നാനോ സെക്കൻഡും നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത്. സെക്കൻഡിലല്ല, നാനോ സെക്കൻഡ്. ഈ കാരുണ്യം അങ്ങ് അള്ളാഹു നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലേക്ക് ഒഴുകി. ഈ പ്രപഞ്ചം, മഹാപ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ മഹാകാരുണ്യത്തിന്റെ തണലിൽ മാത്രമാണ്, മഹാകാരുണ്യത്തിലാണ്. ഈ കാരുണ്യവാന്റെ മഹാകാരുണ്യമാണ് എല്ലാ ദിവ്യ സന്ദേശങ്ങളും. ഖുർആൻ ഒരു കരുണയാണ്. ഈ സന്ദേശം കൊണ്ടുവരുന്ന പ്രവാചകനും റഹ്മത്തുൽ ലിൽ ആലമീൻ, കാരുണ്യം ലോകത്തിനാകെ കരുണയാണ്. അപ്പൊ കരുണയിൽ നിന്ന് കരുണയിലൂടെ കരുണയിലേക്ക്, കരുണയുടെ പ്രകാശനമാണ് യഥാർത്ഥത്തിൽ ദൈവം സമം കരുണ. കതബ അലാ നഫ്സിഹി റഹ്മ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ കരുണ എന്നാണ്. സത്യവിശ്വാസത്തിന്റെ ഏറ്റവും ഒടുവിലത്തത് കരുണയാണ്, സ്നേഹമാണ്. സ്നേഹത്തിന്റെ അപ്പുറമുള്ളതാണ് യഥാർത്ഥത്തിൽ കരുണ. ഭാര്യാഭർത്താക്കന്മാരിടയിൽ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അതായത് നമ്മളെ ഊട്ടിയുറപ്പിച്ചു നിർത്തുന്നത് പ്രേമവും കാരുണ്യവുമാണ്. ഈ കാരുണ്യം അള്ളാഹുവിന്റെ മൊത്തം കാരുണ്യത്തിൽ വളരെ കുറഞ്ഞ ഒരംശം മാത്രം. അതാണ് ഈ ഭൂമിയിലുള്ള മൊത്തം എല്ലാ സൃഷ്ടിജാലങ്ങളും കൂടി പങ്കുവയ്ക്കുന്ന കാരുണ്യം. ഈ കാരുണ്യം അതിന്റെ അങ്ങനെയുള്ള രക്ഷിതാവിന്റെ നാമത്തിൽ നീ ആരംഭിക്കുക എന്ന് പറയുമ്പോ ബിസ്മിയുടെ ഗാംഭീര്യം മനുഷ്യ മനസ്സിൽ ഓടിയെത്തുന്നതാണ്. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ആവർത്തിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പൊ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ നമ്മൾ സാധാരണ നിലയിൽ പറയുന്ന അത്ര ശ്രദ്ധയില്ലാതെ അവഗണിച്ചു കളയുന്ന ഈ ഒരു സംഗതിക്ക് എത്രമാത്രം പ്രാധാന്യം അള്ളാഹും അവന്റെ പ്രവാചകന്മാരും കൊടുത്തിരുന്നു. അത് അപ്പടി തന്നെ സ്വീകരിക്കുന്ന ഒരു തലമുറ ആ കാലഘട്ടത്തുണ്ടായിരുന്നു. അവരാണ് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ജേതാക്കളും വമ്പന്മാരും കൊമ്പന്മാരും ഒക്കെ ആയി മാറിയത് എന്നുള്ള. അപ്പൊ ഖുർആൻ യഥാർത്ഥത്തിൽ മഹാകരുണയാണ്. നമ്മളിലേക്ക് അള്ളാഹു ഒഴുക്കിവിട്ട ഈ കാരുണ്യം അത് പ്രകാശമാണ്, കരുണയാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ആശ്വാസമാണ്, നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ജീവനാണ്. അതിന്റെ ജീവന്, ഖുർആന്റെ ജീവന് ചൈതന്യം നൽകാൻ സ്വന്തം ജീവൻ നൽകല് മഹത്തായ ഉദാത്തമായ ഒരാദർശമാണ്. അതിലൂടെയാണ് ജീവൻ, മനുഷ്യജീവൻ അനശ്വരത നേടുക. അതാണ് യഥാർത്ഥത്തിൽ ഈ ജിഹാദിനും ഖിതാലിനും ഷഹാദത്തിനുമൊക്കെ ഇത്ര വലിയ പ്രാധാന്യം. അള്ളാഹു അവൻ ഉദ്ദേശിച്ചത്, ലക്ഷ്യം വെച്ചത് ഒരു കരുണയായി ഒഴുക്കിവിട്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരുണയെ പ്രാപിക്കാൻ പോകുമ്പോ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന എല്ലാ പിശാചിന്റെ ശല്യം നിന്നും അള്ളാഹുവിനോട് കാരുണ്യം തേടിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് എന്നാണ് യഥാർത്ഥ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ആകെ ഒരു പ്രശ്നം പിശാച് മാത്രമാണ്. പിശാച് പ്രലോഭിക്കുന്നതോ താൽക്കാലിക ഭൗതികമായ കുറെ അനുഭൂതികളുടെ ഓരോരോ ആസ്വാദനം മാത്രമാണ്. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളെ പഠിപ്പിക്കുന്നു സുന്ദരമായ ഒരു എപ്പിസോഡിലൂടെ. മലക്കുകളും ഇബ്ലീസും ആദമും ഒക്കെ വെച്ചിട്ട് അല്ലാഹു തആല ആദം ഏറ്റവും ഉന്നതനാണെന്ന് ആ ഔന്നത്യത്തോടൊപ്പം ആദമിന് തമ്മിൽ കുരുത്തക്കേട് കാണിച്ച ഇബ്ലീസിനെ ചൂണ്ടി അള്ളാഹു പറയുന്നു, ഇവൻ നിന്റെ ശത്രുവാണ്, നിന്റെ ഈ ഔന്നത്യമെല്ലാം ഇവൻ തകർത്താളും, അതുകൊണ്ട് ഇവനെ നീ എപ്പോഴും സൂക്ഷിച്ചു വേണം ജീവിക്കാൻ. എന്നിട്ട് അത് കാണിച്ചു കൊടുക്കാൻ മറ്റൊരു അനുഭവം കൂടി കൊടുക്കുന്നു. സ്വർഗത്തിൽ അവിടെ ഇണയും തുണയും പഴം പറിക്കുന്നതും അവിടുത്തെ ശരിക്കും ഇബ്ലീസിന്റെ ശർറും പിശാച് ആദമിനെ ഇളക്കുന്നതും അവസാനം ആദം തോറ്റുപോയി. അങ്ങനെ മനുഷ്യ സമൂഹത്തിന്റെ മനസ്സിന് തോക്കുക എന്നത് അല്ലെങ്കിൽ ദൗർബല്യം എന്നത് ഒരു പ്രകൃതി യാഥാർത്ഥ്യമാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ദുർബലതയില്ലാത്ത അല്ലെങ്കിൽ തോക്കുക എന്നൊരു പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ പ്രവാചകന്മാർക്കും അത് കുറേശ്ശെങ്കിലും അല്ലാഹു തആല ഭാഗമാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ചില സന്ദർഭങ്ങളിൽ ശല്യപ്പെടുത്തിയ സംഭവങ്ങൾ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല വിമർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ആ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. അബസയുടെ കാര്യത്തിലായാലും യാ അയ്യുഹൻ നബി ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക ലിമർവാത അസ്വാജിക എന്നൊക്കെ പറഞ്ഞ് തഹരീമിലായാലും ഒരുപാട് സന്ദർഭങ്ങൾ 8 or 10 സന്ദർഭങ്ങളിൽ റസൂലിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിമർശന വിധേയമാക്കുന്നു.
ഒടുവിൽ മക്കയിലെത്തുമ്പോൾ മദീനയിലെത്തുമ്പോഴാണ് റസൂലിന്റെ കൂടെയുള്ള ജിന്ന് പൂർണ്ണമായും വിധേയമായി വന്നത്. അതിനു മുമ്പ് പലപ്പോഴും ശല്യപ്പെടുത്തിയിരുന്നതായി ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മളെ എപ്പോഴും ഈ അനുഗ്രഹം ആസ്വദിക്കുന്നതിൽ നിന്ന് തടസ്സമുണ്ടാക്കുന്ന ഈ പിശാച് ഉണ്ടാവും. അതുകൊണ്ട് നീ ജാഗരൂകനായിരിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസൂൻ ഫസ്തഈദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 2-3 സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു. പ്രത്യേകിച്ച് തഖ്വയുള്ള വിശ്വാസികളുടെ സ്വഭാവം, അവരിൽ എപ്പോഴെങ്കിലും ഒരു പൈശാചിക ദൗർബോധനമേറ്റാൽ അവർ അല്ലാഹുവിലേക്ക് അഭയം തേടും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയലാണ്. എന്നിട്ടാണ് ഈ ബിസ്മിലേക്ക് കടക്കുന്നത്. അഊദിനേക്കാൾ മഹത്തായതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ പ്രപഞ്ചത്തിന്റെ ഏകനായ നാഥന്റെ എല്ലാവിധ പ്രതാപൈശ്വര്യങ്ങളും എടുത്തു കാണിക്കുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ തരത്തില് ഈ 12 ആയത്ത് വിശദീകരിക്കാൻ പോയാൽ മിനിമം ഒരു 12 മണിക്കൂർ വേണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനി ഇതാണ് ഇതിന്റെ മോഡല്. ഇപ്പോൾ അടുത്ത കാലത്തായി കേരളത്തിലെ പല സ്ഥലത്തും യഥാർത്ഥത്തിൽ ഖുർആൻ ലേണിംഗ് സെന്റർ, ചിലർക്ക് ഇങ്ങനെ വഴിപാടാണ്, പക്ഷെ ചിലർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി നടക്കുന്നുണ്ട്. ഇവിടെ കോഴിക്കോട് NWF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ IDB ഗ്രാജുവേറ്റ് അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് ഈ യൂത്ത് സെന്ററിൽ ചെറിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. 1-2 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്, ഖുർആൻ പഠിക്കുക, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരായുധം. ഖുർആൻ പഠിക്കുമ്പോൾ അതിലൊരു ബർക്കത്ത് മാത്രമല്ല, ഒരു ആനന്ദം കൂടി, ഭൗതികമായും ആത്മീയമായും ആനന്ദം ഉണ്ടാവും. അതൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിത്തരും, തന്റേട് ഉണ്ടാക്കിത്തരും, ശക്തി ഉണ്ടാക്കിത്തരും. അള്ളാഹ് ആരാണ്, നാം ആരാണ്, എന്താണ് ഡ്യൂട്ടി, എപ്പോഴാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, പരീക്ഷണം വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരിക്കലും പതറേണ്ടതില്ല, നമ്മൾ പൂർണ്ണമായും വിജയത്തിലാണ് എന്ന് ആ ബോധം ത്രസിപ്പിച്ചു നിർത്തുന്നത് ഖുർആന്റെ ആഴങ്ങളിലുള്ള നമ്മുടെ പോക്കിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ആദ്യകാല മുസ്ലിങ്ങൾക്ക് യഥാർത്ഥ എല്ലാവിധ തന്റെ ഇടവും ശക്തിയും ഉണ്ടായിക്കൊടുത്തത്. അവരെ ആയുധബലമായിരുന്നില്ല മക്കയിൽ അവരുണ്ടായി വിജയമുണ്ടാകും. അതുപോലെ തന്നെ അവരെ ആയുധബലമായിരുന്നില്ല പലപ്പോഴും അവരെ വിജയിപ്പിച്ചെന്നുള്ള സ്വാധീനതയും ആൾബലവും കൊണ്ട് ജയിക്കൂല എന്നുള്ളതിന്റെ തെളിവാണ് ഹുനൈനിലൂടെ പരാജയം അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ട് ഖുർആനിലൂടെ വിശദീകരിച്ച്. അപ്പൊ ഖുർആൻ എന്നാൽ അത് നമ്മൾ അല്ലാഹുമായിട്ടുള്ള ഒരു ഹൃദയബന്ധത്തിന്റെ ഒരു പ്രകാശരേഖയാണ്. അത് ഏറ്റവും ഉത്തമമായി പഠിക്കാൻ കഴിയുന്നത് ഏറ്റവും മഹാ സൗഭാഗ്യമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പൊ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഖുർആൻ അത് എന്നും ഒരു ദീപശിഖ പോലെ ജീവിതത്തിലൂടെ, ഖുർആൻ എന്ന് പറഞ്ഞ് ഒലിച്ചൊലിച്ചു പോണ ആ ഒലിക്കുന്ന പ്രക്രിയയെ പ്രയോഗവൽക്കരിക്കുന്നത്. അപ്പൊ വായനയുടെ പ്രയോഗവൽക്കരണം എന്നാണ് ഇതിന്റെ അർത്ഥം. വായിച്ചാൽ പോരാ, അത് പ്രയോഗിക്കണം, അപ്പോഴേ ഖുർആനാവുള്ളൂ. നമ്മുടെ കയ്യിലുള്ളത് മുസ്ഹഫാണ്, അറബി ലിപിയിൽ എഴുതിയാണ്. എന്നൊരാൾ പഠിച്ചിരിക്കുക. നീ നിന്റേതല്ലാത്ത വീട്ടിൽ കയറുമ്പോൾ സലാം ചൊല്ലി അനുവാദം വാങ്ങണം. ഇവിടുത്തെ നേരെ അങ്ങനെ ചെന്ന് കയറണമെങ്കിൽ അവൻ ഖുർആൻ അപ്ലൈ ചെയ്യുന്നില്ല. application of what you have. حدث القرآن في حياة رسول الله صلى الله عليه وسلم. هذا هو الحديث. ഖുർആൻ തന്നെയാണ് ഹദീസ്. ഖുർആന്റെ ഒരു ചലിക്കുന്ന മാതൃക, ഖുർആൻ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന്റെ ഒരു വിവരണമാണ് ഹദീസ്. അത് മിണ്ടി പറഞ്ഞിട്ടോ മൗനാനുവാദം കൊടുത്തിട്ടോ ചെയ്തു കാണിച്ചിട്ടോ. അപ്പോ ഖുർആൻ തന്നെയാണ് ഹദീസ്. അതിനൊരു ശാരിയുണ്ട്, ഒരു പ്രത്യേകമായ ഒരു പന്താവ്, അതാണ് ശരിയാത്ത്. അതൊരു മോൾഡ് ചെയ്യപ്പെട്ട രൂപമാണ് മിൻ ഹമഇൻ മസ്നൂൻ, സുന്നത്ത്. ഇപ്പൊ ഖുർആൻ, സുന്നത്ത്, ഹദീസ്, ശരീഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹ് എന്താണ് ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കി
പ്രയോഗത്തിൽ വരുത്തുന്ന കുറെ സാങ്കേതിക പദങ്ങൾ മാത്രമാണ്. ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ കരുണയും സ്നേഹവും ഒലിച്ചു പോകുന്ന ഒരു മഹാപ്രവാഹമാണ്. അതായിരുന്നു അബ്ദുള്ളന്റെയും ആമിനയുടെയും മകനായി ജനിച്ച് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ചലിക്കുന്ന മാതൃക. ആ മാതൃക ആവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിർഭാഗ്യവശാൽ നമുക്കത് ആവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ തത്വം അതാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ, അഴുതു ബിസ്മിക്ക് പറഞ്ഞിട്ട് സൂറത്തുൽ ഹുജറാത്ത് മുറികൾ, അറകൾ, അന്തഃപുരങ്ങൾ എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് ജീവിച്ചിരുന്ന ചെറിയ ഈത്തപ്പല ഓല കൊണ്ട് കെട്ടിയ ആ കുടിലുകൾക്കോ അറകൾക്കൊക്കെയാണ് അറകൾ എന്ന് പറഞ്ഞിരുന്നത് എന്ന് പണ്ഡിതാഭിപ്രായം. പക്ഷെ വിശാലമായ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലുള്ള ആഭ്യന്തരമായ സംഗതികളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകുന്നതുകൊണ്ട് ഇത് ഏറ്റവും യോജിച്ച അവാക്കിട്ടു എന്ന് പറയുന്ന പണ്ഡിതന്മാർ. അത് തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹ. നമുക്കറിയുന്നതാണ് ഞാൻ നിദ, ഹർഫ് നിദ എന്നൊക്കെ പറയാം. അത് വിളിക്കാണ്. പിന്നെ ഓ, അല്ലയോ, ഡോ എന്നൊക്കെ വിളിക്കുന്ന മലയാളത്തിലും ഇംഗ്ലീഷിലും പല ഭാഷകളുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞത് യാ എന്ന് പറഞ്ഞത്. പക്ഷെ അയ്യുഹ രണ്ടു ഒരർത്ഥം തന്നെ. അത് യാ ബുനയ്യ, എന്റെ പൊന്നുമകനെ. നമ്മള് മോനെ എടാ ഇങ്ങോട്ട് വാടാന്ന് പറയണത് മോനെ ഇങ്ങോട്ട് വാടുന്നതെന്ന് പറഞ്ഞൊരു വ്യത്യാസം. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ വെറുതെ വീട്ടിൽ നിന്ന് വിളിച്ചു പോകും. പെൺകുട്ടികളാണെങ്കിൽ പേര് സാജിദ അത് എടുത്തു എന്ന് പറയുന്നതും മോളെ അത് എടുക്കുക എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ കേൾക്കണതിൽ വ്യത്യാസമുണ്ട്, എടുക്കണതിൽ വ്യത്യാസമുണ്ട്, കൊണ്ട് തരണതിൽ വ്യത്യാസമുണ്ടാവും. ഒരു സ്നേഹത്തിന്റെ ഒരു ഒഴുക്ക് ആ പെരുമാറ്റത്തിൽ, ആ ഭാഷയിൽ. ഇവിടെ കാരുണ്യത്തിന്റെ ഒഴുക്കാണ് തുടങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ. അറബി ഭാഷയിലെ സുന്ദരമായ ഒരു പ്രയോഗമാണ്. പക്ഷെ അതിലൂടെ ഉത്തമമായ പെരുമാറ്റത്തെക്കുറിച്ച് പറയണം. അല്ല തന്നെ പെരുമാറി കാണിക്കണം. മഹോന്നതനും ഔന്നത്യമുള്ളവനും പ്രതാപശാലി അവന്റെ ഈ സാധുവായ അടിമയെ വളരെ ദയാദാക്ഷിണ്യം വിളിക്കാൻ. അല്ലയോ സത്യവിശ്വാസികളെ. വളരെ വളരെ ആഴത്തിലാണ് സംഭവം എന്നാണ്. സത്യവിശ്വാസികൾ. അപ്പോ ഗുജറാത്ത് എത്തിയില്ല 10 മിനിറ്റ് ബാക്കിയുള്ളതാണ്. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചാണ്. കാരണം ഇതിങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 90% പേര് എൻ്റെ അടിച്ചു മാറുന്ന പ്രസംഗം ഒരുപാട് കേട്ടല്ലോ. അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് മിനിമം 60 ബസ്സിൽ പഠിച്ചല്ലോ, ഗുജറാത്ത് പഠിച്ചില്ലെങ്കിൽ. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്. രത്ന ചുരുക്കം. നിങ്ങളെ അള്ളാഹു റസൂൽ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറയുന്നതിന് മുമ്പ് ചാടി കയറി എന്തെങ്കിലും ഒന്നും തീരുമാനിച്ചു കയറുന്നത് ഒരു നടപടിക്രമം. അള്ളാഹിനെ സൂക്ഷിക്കണം. ഇത്രയും മഹാനായ യുക്തിജ്ഞനായ അള്ളുണ്ട് ഏത് വിഷയം വന്നാലും. അപ്പൊ അള്ളാഹു റസൂലുമൊക്കെ, അള്ളാഹു റസൂൽ എന്ന് പറഞ്ഞാൽ രണ്ടല്ല. അള്ളാഹ് പറഞ്ഞ റസൂൽ നിങ്ങളടുത്ത് പറയുന്നത് വരെ നിങ്ങൾ ചാടി കയറിയിട്ട് ഒരു തീരുമാനം പറയരുത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അത് വിശദീകരിച്ചാൽ ഒരുപാട്. ബനൂ തമീം ഗോത്രക്കാർ വന്നപ്പോൾ അവരിലെ ഒരു പ്രാകൃത സാർത്ഥവ സംഘമാണ്. അബൂബക്കറും ഉമറും എൻ്റെ അഭിപ്രായം ഇന്ന ആളെ അയാളെയാണ് നേതാവാക്ക എന്ന് അബൂബക്കർ പറഞ്ഞു. മറ്റേ ആള് ഉമർ പറഞ്ഞല്ല ഇയാളെയാണ്. രണ്ടും കൂടി നബിയുടെ മുന്നിൽ ഉച്ചത്തിൽ സംസാരിച്ചു. അപ്പൊ ഒരു നേതാവിന്റെ മുന്നിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അന്നത്തെ കാട്ടറബി സംസ്കാരത്തിന് അറിയാമായിരുന്നില്ല. അതവിടെ പഠിപ്പിക്കുന്നു. അത് അബൂബക്കറിന്റെ കുറവോ ഉമറിന്റെ കുറവോ ഒന്നുമല്ല. ഒരു സന്ദേശം നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംഭവം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അവിടെ ആ സംഭവം ഉണ്ടായപ്പോ അള്ളാഹു ഇടപെട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ആരെ നേതാവാക്കും, ഇന്നൊരു നേതാവാക്കും നിങ്ങൾ ധരിച്ചറിയാൻ പറയേണ്ട. റസൂല് ഇത് ഇന്നത് എന്ന് പറയുന്നത് വരെ നിങ്ങൾ ക്ഷമിച്ചിരിക്കണം. മുആദ് ബിൻ ജബലിനെ യമനിലെ ഗവർണറായി കൂടുമ്പോൾ റസൂൽ ചോദിച്ചു, നീ എങ്ങനെ തീരുമാനം എടുക്കുക? അള്ളാഹിന്റെ കിതാബ്, പിന്നെ റസൂലിന്റെ സുന്നത്ത്, ഇല്ലെങ്കിലോ അതെന്റെ ജിത്യാദ്. നെഞ്ചിൽ തടവിക്കൊണ്ട് ഒരു ദ്വാരുന്ന കാര്യം, ദ്വാരക്ക് ഒരുപാട് വിശദാംശങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതും അവിടെ പറയുന്നുണ്ട്. ഈ അനുസരണം ഏതുവരെ എത്തിന്നിട്ട് ഇന്നത്തെ ദിവസം ഏതാണ്, ഈ നാട് ഏതാണ് എന്ന് റസൂല് ചോദിച്ചാൽ പോലും അള്ളാഹു റസൂൽ വായാലെന്നേ പറയുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഒരു അച്ചടക്കവും അനുസരണം അവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തോടനുബന്ധിച്ചാണ് ഈ ആയത്തുകൾ വന്നത്.
നിങ്ങൾ അള്ളാന്റെയും റസൂലിനെയും മറികടന്നിട്ട് ഒന്നും പറയരുത്. അള്ളാഹിനെ സൂക്ഷിക്കണം. അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനും ഒക്കെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി. സത്യവിശ്വാസികളെ, നിങ്ങൾ റസൂലിന്റെ കൂടെ ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തെക്കാൾ ഒച്ചത്തിൽ ശബ്ദം. ഇത് എല്ലാ സദസ്സും പ്രവാചകനെ പോലെ കരുതേണ്ടതില്ലെങ്കിലും പണ്ഡിതന്മാർ ഏകോപിച്ച് പറയുന്നത് ഏതൊരു സമൂഹത്തിലും ലീഡ് ചെയ്യുന്ന ആളുകളെ, അനുയായികൾ ഏതു തരത്തിൽ പരിഗണിക്കണം, ബഹുമാനിക്കണം എന്നതിന്റെ സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ തരുന്നുണ്ട്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദുക്കും ലിബഅദിൻ അൻ തഹബത അഅമാലുക്കും വഅൻതും ലാ തശഊറൂൻ. നിങ്ങൾ സാധാരണ പരസ്പരം ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത് പോലെ പറയരുത്. അതായത് ശബ്ദമുയർത്തരുത്. നിങ്ങളിൽ ചിലർ മറ്റു ചിലരോട് സംസാരിക്കുന്ന രീതിയിൽ റസൂലിനോട് സംസാരിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ അത് നിങ്ങളെ അൻ തഹ്ബത നിഷ്ഫലമായി പോകും. അഅമാലുക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഅൻതും ലാ തശഊറൂൻ നിങ്ങൾ അറിയാത്തത്. ഇന്നല്ലദീന യഗ്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നത് ആരോ അവരുടെ മനസ്സിനെയാണ് തഖ്വയ്ക്ക് വേണ്ടി അല്ലാഹു തആല പരിശീലിപ്പിച്ച് എടുത്തിട്ടുള്ളത്. അവർക്ക് ലഹും അവർക്കുണ്ട് മഗ്ഫിറത്തുൻ പാപമോചനമുണ്ട്, വഅജ്റുൻ അളീം ഉത്തമമായ പ്രതിഫലവുമുണ്ട്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്തറുഹും ലാ യഖിലൂൻ. ഈ തമീം ഗോത്രക്കാർ തന്നെ വന്നിട്ട് ഈ ഹുജറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ താമസിക്കുന്ന ഈ സ്ഥലം അതിന്റെ പിന്നിലൊക്കെ വന്നിട്ട് യാ മുഹമ്മദ് തആൽ എന്നൊക്കെ വിളിക്കും. കാട്ടറബിയുടെ ഒരു സ്വഭാവം. മുഹമ്മദ് ഇങ്ങോട്ട് ഇറങ്ങി വാ, അല്ലാഹ് നിനക്ക് എന്താ തന്നത്, അത് നീ ഇങ്ങോട്ട് കൊടുത്താ എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊന്നും പെരുമാറ്റ മര്യാദയിൽപ്പെട്ടതല്ല എന്നുള്ള നിലയ്ക്ക് നിന്റെ അന്തപുരത്തിന്റെ പിൻഭാഗത്തുനിന്ന് വിളിക്കുന്നവർ അഖ്ലില്ലാത്തവനാണ്. അഖ്ലിന് ഒരുപാട് മീനിങ് ഉണ്ട്. ഇവിടെ നമുക്ക് തൽക്കാലം ബുദ്ധി എന്ന് പറഞ്ഞു നിർത്താം. അതായത് ആധുനിക യൂറോപ്യൻ കൺസെപ്റ്റ് അല്ല ഇന്റലിജൻസിന് ഖുർആൻ നൽകുന്നതുണ്ട്. അത് വളരെ മഹത്തായ ബൃഹത്തായ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അത് ഈ ബിസ്മി പോലെ വ്യാഖ്യാനിച്ചാൽ ഇനി അമീർ മാഷി രണ്ടാമത്തെ കൊണ്ടുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതസ്ബിഉ അലാ മാ ഫഅൽതും നാദിമീൻ. ഇനി മറ്റൊരു സംഗതി പറയാം. അത് ബനൂ മുസ്തലിഖ ഗോത്രത്തിലെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോ അവിടുന്ന് സക്കാത്ത് വാങ്ങാൻ വേണ്ടി ഒരാളെ നിയമിച്ചു. അദ്ദേഹം എന്തോ കാരണവശാൽ ആളെ പോയിട്ട് പേടിച്ചിട്ട് വാങ്ങാതെ എന്ന് പറഞ്ഞ് ബനൂ മുസ്തലിഖാർ റിവോൾട്ട് ചെയ്തിരിക്കുന്ന പ്രശ്നമാണ്. ആളുകളൊക്കെ കൂടെ ചൂടായി സൈന്യത്തെ കിടന്നു. അവസാന റസൂല് ഒരു തീരുമാനത്തിൽ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകളെ തീരുമാനിച്ച് അവിടെ പോയിട്ട് സംഗതിയൊക്കെ നിരീക്ഷിച്ച് വേണ്ട ചെയ്തു തരാൻ. ഈ സമയത്തും പ്രവാചകന്റെ പത്നിയായ ജുവേരിയയുടെ പിതാവ് ആ ഗോത്രക്കാരൻ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. ഖാലിദ് പോയിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്തതും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അപ്പൊ ഇയാൾ കള്ളം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടൊരു ദൂതം കള്ളം പറഞ്ഞു. അപ്പൊ അത് ഒരു സംഭവം ഉണ്ടാവുകയാണ്. എന്നിട്ട് കമ്മ്യൂണിക്കേഷന്റെ റിപ്പോർട്ടിങ്ങിന്റെ ഒരു രീതി എങ്ങനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഒരുപാട് നിങ്ങൾ 12 തീരുമാനിച്ചിട്ട് ഈ ഖുർആൻ ക്ലാസ് ഇതെടുക്കുമ്പോൾ വെക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ ഒരുപാട് തരത്തിലുള്ള ആയത്തുകളാണ്. നമ്മൾ ഇന്ന് വേൾഡിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിന്റ് ഇലക്ട്രോണിക് മീഡിയ ആണ്. ഈ പ്രിന്റ് ഇലക്ട്രോണിക് മീഡിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സങ്കല്പ കഥകൾ ഉണ്ടാക്കുക. നമുക്കറിയാമല്ലോ, ഭീകരവാദത്തിന് തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് ആളുകളെ പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരെ കൽത്തുറുങ്ങിക്കൊണ്ട് അടയ്ക്കും. എന്നിട്ട് ഇവിടുത്തെ ഭരണകൂടവും അതുപോലെ ഒത്താശക്കാരും ഒക്കെ സത്യവിശ്വാസത്തെ തകർക്കാൻ വേണ്ടി കഥകൾ മെനഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഈ കഥകൾ മെനഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് മനുഷ്യ മനസ്സിന് വിദ്വേഷം കുത്തിവെക്കും. ഇവിടുത്തെ സമാധാന അന്തരീക്ഷം നടത്തുന്നു. ഇപ്പൊ കമ്മ്യൂണിക്കേഷനും റിപ്പോർട്ടിങ്ങും കൊണ്ട് ഒരു സമൂഹത്തിന്റെ ആഭ്യന്തര ഭദ്രതയോ അല്ലെങ്കിൽ ക്രമസമാധാനമോ ഒക്കെ തകർത്താനോ തളർത്താനോ ഒക്കെ കഴിയുന്ന ഒരു സംഗതി അവിടെ അതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം റസൂലിന്റെ സദസ്സിൽ അന്ന് ഉണ്ടായിട്ടുണ്ട്. റസൂല് വിട്ട ഒരുത്തം വന്നിട്ട് ഈ വക കളി കളിച്ചപ്പോ റസൂലിന്റെ ഭാര്യയുടെ പിതാവ് ഉൾക്കൊള്ളുന്ന ഒരു ഗോത്രത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഖാലിദ് ബിൻ വലീദിനെ സൈന്യാധിപനായി വിട്ടു. അവസാനത യഥാർത്ഥത്തിൽ റസൂൽ പറഞ്ഞു കൊടുത്തു. ഖാലിദ് അത് സ്വീകരിച്ചത് കൊണ്ട് അവിടെ ഒരുപാട് രക്തച്ചൊരിച്ചിൽ ഒഴിവായി. അല്ലെങ്കിൽ അവിടെ വലിയ കുഴപ്പമുണ്ടാവുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ സംഭവം ഉണ്ടാക്കുക. ആ സംഭവം ചരിത്രത്തിൽ മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം മനുഷ്യന് മാതൃകയായി നിലനിർത്തിക്കൊണ്ട് അതിബൃഹത്തായ ഒരു സന്ദേശം അല്ലാഹു തആല ചെറിയ ആയത്തിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക ലോകത്തെ മുച്ചൂട് ഗ്രസിച്ചിരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷന്റെ രംഗം
ഇതിൽ അള്ളാഹു തആല അടക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അപ്പോൾ റസൂല് പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുക്കാത്തതിന്റെ പേരിൽ ക്ഷോഭിച്ച കുറെ ചെറുപ്പക്കാരോടുണ്ട്, സഹാബത്ത്. അവരോടാ പറയുന്നത് അന്നഫിക്കും റസൂലുള്ളാഹി ലൗ യുതീഉകും ഫീ കസീറിൻ മിനൽ അംരി ലഅനിതും വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. ആളുകൾ ചൂടായി, എന്താണ് റസൂല് ധിക്കാരം കാണിച്ചവർക്ക് നടപടി എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുണ്ടാക്കിയപ്പോ റസൂലിന് തന്നെ പ്രശ്നമുണ്ടായി. അവരോട് പറയാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാന്റെ റസൂൽ നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങളിങ്ങനെ ധൃതിയും ബഹളമൊക്കെ വെച്ചിട്ട് റസൂലിനെ നയിക്കാൻ നിൽക്കരുത്. റസൂല് പറഞ്ഞനുസരിച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ കൂടെ നിൽക്കാനുണ്ടല്ലോ. നിങ്ങൾക്കൊരു അനുഗ്രഹം തന്നതുകൊണ്ടാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് റസൂൽ വഴങ്ങുകയായിരുന്നെങ്കിൽ അത് അവസാനം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നവും പ്രയാസവും ഒക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുമായിരുന്നു. നിങ്ങൾക്ക് മറിച്ച് നിങ്ങൾക്ക് സത്യവിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിന് അലങ്കൃതമാക്കുകയും നിങ്ങൾക്ക് നിഷേധവും ധിക്കാരവും തോന്നിയാസമൊക്കെ നിങ്ങൾക്ക് വെറുപ്പുള്ളവാക്കുകയും ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കുന്നത്. അത്തരം ആളുകളാണ് യഥാർത്ഥ സന്മാർഗം പ്രാപിച്ചവർ. നിങ്ങളുടെ സന്മാർഗപ്രാപ്തിക്ക് വേണ്ടി അനുഗ്രഹം നൽകി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾ മരിച്ചുകൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്ന അനുയായികളുടെ നിലവാരത്തെ ഏത് നിലയിലാണ് അവർ മനസ്സിലാക്കുക, ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഏത് നിലയിൽ വേണം എന്നതിനെ സംബന്ധിച്ചും വളരെ ബൃഹത്തായ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് ഫളലൻ മിനല്ലാഹി വറഹ്മ, അള്ളാഹു എന്നുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് അള്ളാഹു തആല എടുത്തു പറയുന്നത്. വഇൻ തായിഫത്താനി മിനൽ മുഅ്മിനീന ഖതലൂ വസ്ലഹൂ ബൈനഹുമാ വഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലു അല്ലതി തബ്ഗി ഹത്താ തഫിയ ഇലാ അംരില്ലാഹി ഫഇൻ ഫാഅത് ഫഅസ്ലിഹൂ ബൈനഹുമാ ബിൽ അദ്ൽ വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അതായത് ഇനി സത്യവിശ്വാസികൾ അവരുടെ അഭിപ്രായാന്തരങ്ങൾ കൊണ്ട് ആഭ്യന്തര വൈരം കൊണ്ട് അങ്ങോട്ട് കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയാൽ, അടികൂടിയാൽ, യുദ്ധം ചെയ്താൽ, കുഴപ്പമുണ്ടാക്കിയാൽ, അത് രണ്ടും അല്ലാത്ത കക്ഷികൾ അതിലിടപെട്ടിട്ട് അവിടെ ഇസ്ലാഹ് ഉണ്ടാകണം, തസ്ലീഹ് ഉണ്ടാക്കണം. അവിടെ അവരുടെ യഥാർത്ഥത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നു. അതിലൊരു വിഭാഗം മറ്റേ വിഭാഗത്തോട് അക്രമം കാണിച്ചാൽ അക്രമം കാണിച്ച വിഭാഗത്തിനെതിരെ സത്യവിശ്വാസികൾ പോരാടണമെന്ന് സമുദായത്തിന്റെ ആഭ്യന്തരമായ അന്തഃഛിദ്രതകളിൽ സമുദായം ഏത് നടപടികൾ കൈക്കൊള്ളണം, എങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നതിനെ സംബന്ധിച്ച് അതിവിപുലമായി പഠിക്കാൻ പറ്റുന്ന ഒരാഴ്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി അടുത്തത് യാ അയ്യുഹല്ലദീന ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖ്വൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്. സഹോദരങ്ങളുടെ വ്യാഖ്യാനം ഇതനുസരിച്ച് പറഞ്ഞാൽ തീരൂല. സഹോദരങ്ങളാണ്, അതുകൊണ്ട് എപ്പോഴും അവരുടെ സാഹോദര്യം നിലനിർത്തുന്ന തരത്തിൽ വേണം നിങ്ങളുടെ പെരുമാറ്റം ഉണ്ടാവാൻ. ഇനി പ്രധാനപ്പെട്ട രണ്ടാഴ്ചകളിലൂടെയാണ് ബാക്കിയുള്ളത്. അതായത് നമ്മൾ പരസ്പരം പരിഹസിക്കുക, വെള്ളിപ്പേര് വിളിക്കുക, അതുപോലെ പരദൂഷണം പറയുക, ഈ വക സംഗതികളൊന്നും സംശുദ്ധമായ ഒരു സമൂഹത്തിന് ഉത്തമമല്ല. മരിച്ചുപോയ സഹോദരന്റെ ഇറച്ചി നിന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് വളരെ മോശമായ ഒരു ചിത്രീകരണം. മായിഷ റളിയല്ലാഹു അൻഹു ഫാത്തിമയിലെ ഒരു പെണ്ണും കൂടി വ്യഭിചാരക്കുറ്റം നടത്തി അത് അദ്ദേഹം അദ്ദേഹം ഏറ്റുപറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തു. രണ്ടാളുകൾ പറഞ്ഞു അയാളുടെ കുറ്റം അള്ളാഹു മറച്ചു, അയാൾക്കത് മതിയായി, അവസാനം ഏറുകൊണ്ട് പട്ടിയെ പോലെ ചാവാനാണ് അയാളുടെ വിധി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു കഴുതയുടെ ശവം അവിടെ കിടക്കുന്നുണ്ടിട്ട് ആ ആളുകൾ വിളിച്ച് തിന്നാൻ പറഞ്ഞു. ഇത് നിങ്ങൾ തിന്നേ റസൂൽ, നിങ്ങൾ നേരത്തെ തിന്നത് ഇതിനേക്കാൾ മോശമായിരുന്നു എന്ന് പറഞ്ഞ ആ ഭീകരമായ ഒരു ചിത്രീകരണം പരദൂഷണത്തിന്റെ കുറിച്ച്, പരസ്പര കളിയാക്കലിനെ കുറിച്ച്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികൾ അതൊക്കെ ഓരോന്നും വിശദീകരിക്കാൻ പോയാൽ മിനിമം ഒരു അരമണിക്കൂറുടെ വേണം. അതെടുക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശിക്കാത്തതുകൊണ്ട് സംക്ഷിപ്തമായി അതങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് കേൾക്കാനും പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ഇതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒരു സാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും സ്വീകരിച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. واخر دعوانا الحمد لله رب العالمين.